ഹലോ എവ്രിവൺ, വെൽക്കം ടു ലാം PSC. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. ഓക്കെ, 2025 അവസാനത്തോടുകൂടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ അടുത്ത മാസം ഒക്ടോബർ 15 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന PSCയുടെ മെമോ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പരീക്ഷയെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നതാണ് നിങ്ങളോടല്ലേ, അതായത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, ചുമ്മാ പറയുന്നതല്ല. കാരണം മുന്നേ നടന്നിട്ടുള്ള പരീക്ഷകളുടെ അഡ്വൈസ് സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഡാറ്റ അനുസരിച്ച് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇത്രയും കാലം ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ഒരുപാട് കാലമായിട്ട് തയ്യാറെടുക്കുന്ന വെറ്ററൻ ആസ്പിറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ. ഒക്ടോബർ 15 വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന അസിസ്റ്റന്റ്, കാഷ്യർ, ടൈം കീപ്പർ തുടങ്ങിയിട്ടുള്ള തസ്തികകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ നടക്കുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ഇന്നലെ നടന്ന PSCയുടെ യോഗത്തിൻ്റെ ചേർന്ന കമ്മീഷൻ യോഗത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ കിടപ്പുള്ള 6, 7 എന്ത് നമ്മളെ സംബന്ധിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷക്കാർക്ക് ഉള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1ഉം ഗ്രേഡ് 2ഉം നടക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ KSFE, KSCB, KSRTC, വാട്ടർ അതോറിറ്റി, മലബാർ സിമെന്റ്സ് തുടങ്ങിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള നേരത്തെ പറഞ്ഞ അത്രയും തസ്തികകളിലേക്കുള്ള നിയമനങ്ങളാണ് വരാൻ പോകുന്നത്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളോട് ഇതിന് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറയാൻ കാരണം, ഒരുപാട് നിയമനങ്ങൾ, അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ളതാണ്. ചുമ്മാ പറയുന്നതല്ല, ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതുവരെ നടന്ന പരീക്ഷകളിൽ പോയിട്ടുള്ള അഡ്വൈസുകൾ എത്രയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കൂടുതൽ നിയമന സാധ്യതയുള്ള ഒരു പരീക്ഷയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം, അതായത് നിങ്ങൾ ഒരുപാട് പേര് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും പഠിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് എന്ത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ, ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 36 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതായത് 2/1/1989 ജനിച്ചതിന് ശേഷമുള്ള 36 വയസ്സ്. OBCയിലേക്ക് വരികയാണെങ്കിൽ 39 ഏജ് ലിമിറ്റ്. SC/ST റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 41 ഏജ് ലിമിറ്റ്. ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ്. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതല്ല, കൃത്യമായിട്ട് PSC പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 15 നോട്ടിഫിക്കേഷൻ വരും. നവംബർ 19 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്തൊരു കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷത്തോളം പേര് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിനും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതായത് ഒരു 4000-ഓളം അഡ്വൈസ് എന്ത് ചെയ്യാണ്ട് ഇതിൽ പോവാനുള്ളതാണ്. അതായത് നിങ്ങൾ ആ ഒരു റേഷ്യോ എടുത്ത് നോക്കിയാൽ, അപ്ലൈ ചെയ്യുന്നതിൽ 100-ൽ ഒരാൾക്ക് എന്തുണ്ടാവും, ജോലി കിട്ടാൻ സാധ്യതയുള്ള, ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ് എന്ത്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. 2026 എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും. 27 ആകുമ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് വരും. 2030 വരെ എന്തുണ്ടാവും, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും. ഇനി നിങ്ങളിപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞല്ലേ, ഇത്ര നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്ര എന്താ പറയുക അഡ്വൈസുകൾ പോവും, നിയമനങ്ങൾ നടക്കും എന്ന് പറയുമ്പോൾ വെറുതെ തള്ളല്ല, കൃത്യമായ ഡാറ്റ വെച്ചിട്ട് പറയുകയാണ്. കഴിഞ്ഞ മുന്നേ നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, 2022 ഫെബ്രുവരിയിലാണ് എന്ത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്ന. കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് നോക്കാം, 26/2022 ആയിരുന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2024. 22 നോട്ടിഫിക്കേഷൻ വന്നു, 24 റാങ്ക് ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിൽ 3763 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1621 പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.33 ആയിരുന്നു. 2027 മാർച്ച് വരെയാണ് എന്ത്, ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അതായത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോഴേക്കുമാണ് എന്ത്, പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതിൽ നോക്കിയേ, PSCയുടെ സൈറ്റിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. 2022 നടന്ന പരീക്ഷ അവസാനം
അവസാനം 2025 ഓഗസ്റ്റ് 25-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. 1621 അഡ്വൈസുകൾ ഇതുവരെ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, 2024 വന്ന റാങ്ക് ലിസ്റ്റ് 2025 ആയപ്പോഴത്തേക്കും ഒരു വർഷത്തിനുള്ളിൽ 1621 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഓക്കെ, ഇനി 2019 ഇതിന്റെ മുന്നത്തെ കണക്ക് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3883 അഡ്വൈസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ പറഞ്ഞു അല്ലേ, 6ഉം 7ഉം നമ്മൾ വായിച്ചു. PSC നോട്ടിഫിക്കേഷനിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റും ഉണ്ട്, കോർപ്പറേഷൻ അസിസ്റ്റന്റും ഉണ്ട്. അതായത് ഈ പരീക്ഷ അവസാനമായിട്ട് നടന്നത് 2021, ഗ്രേഡ് 2 എന്നൊക്കെ പറയുന്ന പോലെ 2021 അതിലും റാങ്ക് ലിസ്റ്റ് വന്നത് 2024 റാങ്ക് ലിസ്റ്റ് വരികയും ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് 794 പേര് നിങ്ങളിവിടെ നോക്കിയേ. അതായത് KSRTC, KLDB എന്നപ്പോൾ തുടങ്ങിയ കോർപ്പറേഷനുകളിലേക്ക് നടന്ന പരീക്ഷയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 794 അഡ്വൈസുകൾ നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഈ 2 കാറ്റഗറിയിലും കൂടി ആയിട്ടാണ് നമ്മൾ പറഞ്ഞ 4000-നടുത്ത് അഡ്വൈസുകൾ എന്തുണ്ടാവും, നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഒരു 7 മാസം ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇതാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യുന്ന ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കുറേയായിട്ട് ട്രൈ ചെയ്യുന്ന വെറ്ററൻ ആസ്പിരൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലേക്ക് എത്താൻ എന്ന് പറയുന്ന ഒരു സുവർണ അവസരമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ആൻഡ് ഇനിയുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇത് വേണ്ട, അടുത്തതിന് പഠിക്കുക എന്നാണെങ്കിൽ 2028 അടുത്ത നോട്ടിഫിക്കേഷൻ വരിക. 2029 എക്സാം നടക്കുന്നു, 2030 റാങ്ക് ലിസ്റ്റ് വരുന്നു. അതായത് ഇപ്പം 2025 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇനി കിട്ടുക. അപ്പോൾ ഈ അവസരം കളയണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്ലാനോട് കൂടെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു നമുക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടില്ല, SBCID വരാൻ CAT അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ, പിന്നെ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കെല്ലാം വേണ്ടി കൃത്യതയോടുകൂടെ കംപ്ലീറ്റ് സിലബസ് കവറേജ്, എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയൽസ്, ഡെയിലി ആൻഡ് വീക്ക്ലി മോക്ക് ടെസ്റ്റ്, പിന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃത്യമായ റിസർച്ച് ചെയ്തിട്ടുള്ള ടെസ്റ്റ് സീരീസുകളും എല്ലാം അടങ്ങുന്ന ലാം PSCയുടെ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും all the very best.